ഗൗരവല്ലേ ഗൗരവല്ല അല്ല എന്റെ ഗൗരവം മുഴുവൻ അതിന്റെ ടൈറ്റിൽ കൊടുത്തു. ഗൗരവന്റെ കാര്യം പറയുമ്പോഴേ ലോയ് സാർ എന്ന് പറയുന്ന വേഴ്സിറ്റൽ റൈറ്ററെ പറ്റി പറയാണ്ട് പറ്റൂല. കാരണം ഇത്രയും ഇമോഷണലി ടച്ച് ഉള്ള എഴുത്തുകാരൻ തന്നെയാണ് കൗരവർ പോലത്തെ മാസ്. അതിലും ഇമോഷൻ തന്നെയാണ് ബേസിക്കലി. മരണമാസ് പടമാണ് കൗരവരും. ഇതും നമ്മുടെ ഇതായിട്ട് നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച ജോഷി സാറിന്റെ പടം മഹായാനം അതും മക്ക മാസം കൂടെ അനുകൂലി തുടങ്ങിയപ്പോഴേ കരയിപ്പിക്കണ പാട്ട് എത്തിയില്ല. അല്ല അതിന്റെ കരയിപ്പിക്കണ പാട്ടിന് മുമ്പ് നമ്മള് ഇതിലെ കിരീടത്തിലെ പാട്ടിലെ ആദ്യത്തിലെന്ന് പറഞ്ഞ് കണ്ണീർ പൂവ് ഓക്കെ അതൊന്ന് പഠിക്കാൻ അതില് ഏത് കണ്ണീർ പൂവ് കവിളത്തിലോ കൽബിൽ തടവ് കൽബിൽ മലബാറല്ലേ അവിടെ എന്ത് പറഞ്ഞാൽ കൽബാണ് ഫാത്തിമ കയറും കൽബിൽ. അപ്പൊ നമുക്ക് ആ സ്റ്റൈല് ഞാനിവിടെ വെച്ച് ഇങ്ങനെ വന്ന് കേട്ട് കൽബിൽ സത്യമായിട്ട് അങ്ങനെ പറഞ്ഞ അതിന്റെ ടോണിലൊരു പാട്ട് കണ്ണീർപ്പൂവിന്റെ കൽബിൽ തലോടി അങ്ങനെയാണ് പാടിയ ഞാൻ ഇടയ്ക്ക് പറയാം. ഏതാണ് പറഞ്ഞ മറ്റേ നമുക്ക് മണിയേട്ടനെ മറ്റേ നാടൻപാട്ടിടലോ എന്തിനാടിയാ അപ്പൊ അത് കണക്ട് ചെയ്യട്ടെ. നമ്മൾ ഈ നാടൻപാട്ട് പറയുമ്പോ നമ്മൾ ഒരിക്കലും മറക്കാനാവാത്ത പ്രതിഭാസത്തെ പറ്റി തീർച്ചയായും നമ്മൾ ഞാൻ പറഞ്ഞ ചേട്ടൻ അത് പറഞ്ഞു അല്ല അത് ആ വരിയാണ് പറഞ്ഞു. ഞാൻ കളിയാക്കാന്ന് ഓർത്ത ഞാനേ ഇപ്പൊ കാറിൽ നിന്ന് ഇറങ്ങി പൊടി എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ കളിയാക്കണമെന്ന് ഓർത്ത്. ഇതിലുള്ള വരികളാണല്ലേ വിഷ്ണു കരുതുപോയി. വിഷ്ണു അല്ല ബിപിൻ. അല്ല ഞാൻ വിഷ്ണുവിനെ കണ്ടിട്ട് അതായത് ചില സാധനങ്ങൾ പാരഡി പോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പാട്ടിൽ തന്നെ എന്തിനാടി പൂങ്കുയിലേ പൂങ്കോടിയേ കാറി നിറയണത് നിനക്കങ്ങനെ കരയണമെങ്കിൽ കാറി നിറങ്ങി കരഞ്ഞേ. അതൊന്ന് നമ്മുടെ ബിനീഷ് ബാസിന്റെ പാട്ടുണ്ടായി. പാലോ പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന്റെ തുണി നിന്നും അത് തന്നെ നമ്മുടെ ചെമ്പക
ഉയ്യാലേ ചന്ദ്രകത്തലി രാസലളിത ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുലത ഒറ്റ വരിയിൽ മാറ്റി പറിക്കണം. മാറ്റി പറിക്കാൻ പറ്റും. 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്തായാലും. എന്തിനാണ് ശരിക്കുള്ളത്? മരി പറഞ്ഞുതരാം. ഇപ്പ വരും പൊന്നും കൊടിയേ നാല് കുപ്പി കള്ളുമോന്തി നാരണയ്ക്ക് ചക്കരയും അച്ഛനിപ്പോ വാങ്ങി വരും പൊന്നും കൊടിയേ തീനി കൂട്ടി മാമുത്തരാം കൂടെ ഞാനൊരു മെല്ലരാം പൊന്നും കായേ മാമു തിന്നോ പൊന്നും കൊടിയേ എന്തിനാടി പൂങ്കൊടിയേ കാറി നികരണത് ഇപ്പ വരും പൊന്നും കൊടിയേ. ഇതിലെ സോങ് ആണല്ലേ? ഇതിലല്ലോ. ഇനി എനിക്ക് ഈ നമ്മള് ഇപ്പൊ ഈ കൂടലിൽ നമ്മൾ അവസാനിക്കുമ്പോൾ നമുക്ക് എവിടെ പോയാലും നാടൻ പാട്ടിന്റെ ഏറ്റവും മനസ്സിലാഴത്തിൽ കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ടുകളായിരിക്കും. ആ മണിച്ചേട്ടന്റെ ഒരു ഒരു പാട്ട് പാടി ഈ കൂടൽ അവസാനിക്കാം. ഇത് അവസാനിക്കുന്നില്ല, ഇനിയും ഒത്തുകൂടേണ്ടതാണ്. സിനിമ റിലീസിന് ഒരുങ്ങിയാണ്. അതിപ്പോഴും പറയാണ്, സിനിമ റിലീസിന് നിങ്ങൾ ഒത്തുകൂടിയിരുന്ന് കാണണം, കൂട്ടത്തോട് പോയിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് കൂടൽ. ഇത്രമാത്രം പാട്ടുകളിലൂടെ നമ്മൾ ആ സിനിമ, നമ്മൾ നല്ല മനോഹരമായ ഗാനത്തിലൂടെ ഈ സിനിമ യാത്ര ചെയ്യിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്ര മനോഹരമായ സിനിമയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അത് മറന്നുപോകല്ല. സിനിമ റിലീസ് ദിവസം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, അടുത്ത ദിവസമാണെങ്കിൽ കാണുക. കണ്ടവർ അടുത്ത ആളുകളോട് പറഞ്ഞിട്ട് ഒരുമിച്ച് പോയി കണ്ട് ഈ സിനിമ വിജയിപ്പിക്കണം. വലിയ സിനിമയൊന്നും അല്ലെങ്കിലും ഒത്തിരി പേരുടെ ആഗ്രഹമാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒത്തുകൂടലിനെ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷയോടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒരു പാട്ടോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. പാട് കണ്ടില്ലേ നീ കണ്ടില്ലാണോ കണ്ടില്ലേ നീ കണ്ടില്ലാണോ പാട് കണ്ടില്ലേ അകത്ത കൂടി കുടിച്ച് അവനെ പിടിച്ച് അകത്ത കൂടി കുടിച്ച് ഇടിച്ച് കടിലിന്റെ പൊട്ടിച്ച് നീ കണ്ടില്ലാണോ പാട് കണ്ടില്ലേ കണ്ടില്ലേ നീ നോക്കടില്ല മുന്നിന്റെ കടയിൽ പറഞ്ഞു പോയി വിച്ചിറങ്ങണമെന്നാണോ കൂട്ടാതെ നീക്കണമെന്നാണോ അച്ചാറ് കണ്ടി വെക്കണമെന്നാണോ കല്യാണം പന്തൽ പണിക്കാണാ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.